ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. MVD ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാറുണ്ട്. പിന്നെ വണ്ടി എങ്ങനെ ഓടിക്കണം, അപകടമില്ലാതെ വണ്ടി പിന്നെ റോഡിലൂടെ ഓടിക്കണം, മറ്റുള്ളവരുടെ ഒരു ജീവൻ നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെയുള്ള രീതിയിൽ പിന്നെ MVD ക്ലാസ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിനകത്ത് പങ്കെടുത്തിട്ടുള്ളവരാണ്. പക്ഷേ അവിടെ എല്ലാം പിന്നെ നമ്മൾ ഏറ്റിട്ട് തലകുലുക്കി കാണിച്ചിട്ട് റോഡിലോട്ടിറങ്ങി വണ്ടി എടുത്തുകൊണ്ട് പോയി കാണിക്കുന്ന ഓരോ തെമ്മാടിത്തരങ്ങൾ നമുക്ക് ഇന്ന് കാണാവുന്നതാണ്. എത്രയോ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഇതുപോലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ റോഡിലിറങ്ങി വണ്ടിയായിട്ട് ഇറങ്ങി കാണിക്കുന്നവർക്കെതിരെ നടപടി, അതായത് ശിക്ഷാ നടപടികൾ കുറഞ്ഞു പോകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ കൊല്ലം മൈനാഗപ്പള്ളിയിൽ ഇന്നലെ ഒരു സംഭവം നടന്നു. ഒരു ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ 3 പേര് ഒരു കാറിൽ പോവുകയും 2 ലേഡീസ് വണ്ടി ആക്ടിവയ്ക്കകത്ത് വരുമ്പോൾ അവരെ ഇടിച്ച് തെറിപ്പിച്ചിടുകയും അവരെ പുറത്തൂടെ മനഃപൂർവ്വം ആ കാറ് കയറ്റിയിറക്കി ബാക്കിലോട്ട് എടുത്തിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് കയറ്റിയിറക്കി എടുത്തുകൊണ്ട് പോവുകയും ചെയ്ത ഒരു സംഭവം ഇന്നലെ ഉണ്ടായി. ആ സംഭവത്തിൻ്റെ യഥാർത്ഥ കാര്യമെന്ന് വെച്ചാൽ അതിലിരിക്കുന്ന ഡോക്ടർ ഉൾപ്പെടെ, ഒരു ലേഡി ഡോക്ടർ ഉൾപ്പെടെ, കരുനാഗപ്പള്ളി സ്വകാര്യ ആശുപത്രിയിലെ ഒരു ജീവനക്കാരിയായ ആ ഡോക്ടർ ഉൾപ്പെടെ ഉള്ളവർ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ തെളിവാണ്. കാരണം ആ ഒരു വണ്ടിയപകടം നടന്ന് നാട്ടുകാർ കാറ് പിടിച്ചിടുമ്പോൾ അതിനകത്തുള്ളവർ മദ്യപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ കുറ്റകൃത്യങ്ങൾ പുറത്തറിയും എന്ന് പേടിച്ച് തന്നെയാണ് അവർ ആ വണ്ടി എടുത്തുകൊണ്ട് പോയത്. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ. ഒരു ജീവൻ കളയുമ്പോൾ ആ ഒരു ജീവന് പകരം ആ കുറ്റകൃത്യം ചെയ്ത ആളുടെ ഒരു ജീവനും കൂടെ എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു മരണശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ്. അങ്ങനെ ഒരു മരണശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയുള്ളവർ ഒരു പാഠം പഠിക്കുകയും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുകയും ചെയ്യും. എന്തൊക്കെ ക്രിമിനൽ കുറ്റങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ആ മരിക്കുന്നവർക്ക്, ആ വീട്ടുകാർക്ക് പോയി അല്ലെ ആ ഒരു ജീവൻ, പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഒരു ജീവന് അതിൻ്റേതായ വിലയുണ്ട്. അപ്പോൾ ആ ഒരു ജീവൻ പോയാൽ പകരം ആ ചെയ്തവൻ്റെ ജീവനും കൂടെ എടുക്കുക എന്നുള്ളതാണ് ശരിയായ നിയമം. അത് തന്നെയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരുത്തനും ഈ സംഭവത്തിന് ശേഷം, അതായത് ഒരു ജീവന് പകരം അതൊരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അതിന് മരണശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഒരു പ്രവൃത്തിയും മറ്റുള്ളവരും ചെയ്യാനായിട്ട് അങ്ങനെ ഒരു പ്രേരണ ഉണ്ടാകത്തില്ല. കാരണം ഒരു പേടി വരും. ഇതെന്ന് പറഞ്ഞാൽ എന്ത് കാണിച്ചാലും നമ്മുടെ നാട്ടിൽ രക്ഷപ്പെടുത്താൻ ആൾക്കാരുണ്ട്, പാർട്ടിക്കാരുണ്ട്, അല്ലെങ്കിൽ പണസ്വാധീനമുള്ളവനാണെങ്കിൽ അങ്ങനെ രക്ഷപ്പെട്ടു പോകും. അപ്പം എന്ത് കാണിക്കാം എന്നുള്ള ഒരു ലൈസൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഇന്നലെ ആ പാവപ്പെട്ട വീട്ടിലെ ആ ഒരു ഇത്ത മരണപ്പെട്ട് ആ വണ്ടി ഇടിച്ച് വണ്ടിയുടെ വീലിനടുത്ത് കിടന്ന് അതെടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ രക്ഷപ്പെടാവുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ആ കാറ് അവൻ മനഃപൂർവ്വം വീണ്ടും ബാക്കിലോട്ട് എടുത്ത് കയറ്റിയിറക്കി അത്രയും ക്രൂരത കാണിച്ച് ആ ഒരു ജീവൻ എടുത്തപ്പോൾ അതിന് പകരമായിട്ട് അവൻ്റെ ജീവനും എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായമാണത്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മരണശിക്ഷകൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ, കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകത്തില്ല. വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഒരു കൊച്ചിനെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പം അവർ തന്നെ ജനക്കൂട്ടം അടിച്ചു കൊന്നു, തല്ലിക്കൊന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പത്രങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇവിടെ നാട്ടുകാർ ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാരുടെ പേരിൽ കുറ്റം വരാം. അങ്ങനെയൊക്കെയുള്ള അതുമല്ല, കേരളത്തിലുള്ളവർ അതിന് തയ്യാറാവുന്നുമില്ല. ഇതുപോലൊക്കെ ഉള്ളവരെ, ക്രിമിനൽ കുറ്റം കാണിച്ചൊരു ജീവനെടുക്കുന്നവനെ നമ്മുടെ മനുഷ്യൻ്റെ ഒരു വികാരം വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ അഭിപ്രായം അവനെ അതുപോലെ കൊല്ലണമെന്നുള്ളതാണ്. പക്ഷേ നിയമപ്രകാരം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നിയമം അതിന് സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെന്തോ ചെയ്യേണ്ടത്? നിയമപ്രകാരം ഒരു കോടതിക്ക് വിധിക്കാം. കോടതി വിധിച്ചതാണ്. അപ്പോൾ ഒരു ജീവന് പകരം ഒരു ജീവൻ, പീഡനം, കൊലപാതകം, ഇതിനെല്ലാം ഒരു മരണശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരുത്തനും പിന്നെ അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യാൻ മുതിരത്തില്ല. ഇപ്പോൾ എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്? ആ കാറിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടറെന്ന് വെച്ചാൽ ഒരു ജീവൻ രക്ഷിക്കാൻ
കടമയുള്ള ആളാണ്. സമൂഹത്തിൽ ഇതുപോലൊരു അപകടം ഉണ്ടായാൽ ആ അപകടത്തിൽപ്പെട്ടവരെ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് രക്ഷപ്പെടുത്താൻ കഴിവുള്ള, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ആ കാറ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പ്രേരണ നൽകിയത് അവരാണെന്ന് പറയുന്നു. അപ്പോൾ അവർ ചെയ്ത കുറ്റം, അല്ലെങ്കിൽ അവർ മയക്കുമരുന്നോ അല്ലെങ്കിൽ മദ്യത്തിനോ അടിമയായതുകൊണ്ട്, അല്ലെങ്കിൽ അവരന്നേരം മദ്യപിച്ചിരുന്നത് കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കാം പെട്ടെന്ന് ആ കാറ് അവരെ പുറത്തൂടെ കയറ്റി ഇറക്കി പോയത്. അപ്പോൾ ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് ആ ഒരു കുടുംബത്തിനാണ്. ആ പാവപ്പെട്ട കുടുംബത്തിന് ആ ഒരു ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ എന്തൊക്കെ പ്രതീക്ഷകളായിരിക്കും. അതുപോലെ എന്തോ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഇത്തായിരുന്നു. ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്ന മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പോൾ ഇതുപോലുള്ള കുറ്റങ്ങൾക്ക് ശരിയായ ശിക്ഷ കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറ്റങ്ങൾക്ക് ശരിയായ ശിക്ഷ കിട്ടണം. അതാണ് അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവൻ തന്നെ ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു, ആ കേസ് നടക്കും. ഈ 2-3 ദിവസം കഴിയുമ്പം ആ പത്രക്കാരും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ അങ്ങ് വിടും. പിന്നെ ആ മരിച്ചവൻ്റെ കുടുംബത്തിന് മാത്രമാണ് നഷ്ടമായത്. ആ മരിച്ചവർക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം. മറ്റവന് പൈസയുടെ സ്വാധീനത്തിലോ പാർട്ടിക്കാരുടെ സ്വാധീനത്തിലോ കുറച്ച് നാൾ കഴിയുമ്പോൾ ജാമ്യത്തിലെടുത്തു, അവർ പുറത്തു പോകും, അവർ രക്ഷപ്പെട്ട്. പക്ഷേ ആ ഒരു ജീവൻ പോയവരുടെ ദുഃഖം, അല്ലെങ്കിൽ ആ കുടുംബത്തിന് എന്നതൊക്കെ ആ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മക്കൾ, ഭർത്താവ്, അവരെ ആശ്രയിച്ച് കഴിയുന്നവർ, അവരുടെയൊക്കെ ജീവിതം പോയി. അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു ജീവൻ ഒരാൾ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തുമ്പോൾ, മനഃപൂർവ്വം ചെയ്യുന്ന കുറ്റകൃത്യത്തിന് വധശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. വധശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ 10 പേർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നാട്ടിലുള്ള കുറച്ച് പേർക്കെങ്കിലും ഒരു ബോധം വരും. കാരണം എൻ്റെയും ജീവൻ പോകും, ഇതുപോലെ കുറ്റകൃത്യം കാണിച്ചു കഴിഞ്ഞാൽ മരണശിക്ഷ കിട്ടും എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാൻ നിൽക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ നിയമങ്ങളൊക്കെ മാറ്റി എഴുതേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ പോലീസായാലും ആരായാലും ഈ MVD ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ ലൈസൻസ് കിട്ടാൻ വേണ്ടി എല്ലാവരും അന്നേരം തലകുലുക്കി കേട്ടുകൊണ്ട് പോകും. പിന്നെ റോഡിൽ കാണിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളാരും സപ്പോർട്ട് ചെയ്യരുത്. അത് മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കരുത്, മയക്കുമരുന്ന് അടിച്ചുകൊണ്ട് വാഹനം ഓടിക്കരുത്. വീട്ടിൽ കിടന്നുറങ്ങുക, മദ്യപിക്കുന്നവരാണ് വീട്ടിൽ കിടന്നുറങ്ങുക. റോഡിൽ എടുത്തുകൊണ്ട് പോയി നാട്ടിലുള്ളവൻ്റെ ജീവൻ കളയേണ്ട കാര്യമുണ്ടോ? അപ്പം നമ്മുടെയൊക്കെ നിയമം മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാമെന്നല്ലാതെ ഒരു പ്രയോജനം, മറ്റൊരു കാര്യവും ഇല്ല. നമ്മുടെ നിയമം ഇങ്ങനെ ആയിപ്പോയി, എന്തു ചെയ്യാനാണ്?